എറണാകുളം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനരോഷം ഇരമ്പുന്നു. കാട്ടാന ശല്യം തടയാൻ പ്രദേശത്ത് യാതൊരു സംവിധാനവും ഇല്ല എന്ന് മരിച്ച എൽദോസ് വർഗീസിന്റെ ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു. എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. വിവരങ്ങളുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുക? അവിടെ എന്താണ്, ആരോഗ്യവാനായി നടന്ന ഒരു യുവാവിനെ കാട്ടാന നിർദ്ദയം ചവിട്ടിക്കൊന്നു എന്ന് പറയുന്നത് ഉറപ്പായും വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ സമരങ്ങൾക്കും വലിയ വൈകാരികതയ്ക്കും ഇട നൽകുന്ന ഒരു വിഷയം തന്നെയാണ്. തർക്കം വേണോ നിതിൻ? ഹാഷ്മി, തീർച്ചയായും. കാരണം ഇന്നലെ നമ്മൾ കണ്ടത് ഏതാണ്ട് 6 മണിക്കൂർ നീണ്ട വലിയ പ്രതിഷേധമാണ്. അത് ജനങ്ങളുടെ വലിയ പ്രതിഷേധം, അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധം. കാരണം ഒരു മനുഷ്യനെ കാട്ടാന ആക്രമണത്തിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി അവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ്. പലപ്പോഴും ഈ കാട്ടാന ശല്യമടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഏറ്റവും ഒടുവിലായി ഇന്നലെ എൽദോസ് വർഗീസ് എന്ന 40-കാരൻ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയായി. അല്പസമയത്തിന് തന്നെ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രാവിലെ 8:30 ഇവിടെ കുട്ടമ്പുഴ പോലീസും അതോടൊപ്പം തന്നെ എൽദോസിന്റെ ബന്ധുക്കളും ഇവിടെ എത്തിയത്. 9 മണിയോടെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. 10:30 തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃതദേഹം അല്പസമയത്തിനും തന്നെ അത് ബന്ധുക്കൾക്ക് നൽകും. പിന്നീട് 2 മണിയോടെ തന്നെ വീട്ടിൽ ഉരുളൻതണ്ണിയിലെ വീട്ടിലാകും ചടങ്ങുകൾ. അത് അല്പനേരം പൊതുദർശനത്തിന് വെക്കും. പിന്നീട് ഉരുളൻതണ്ണി മാർത്തോമ മിഷൻ പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം കുറുമറ്റത്തെ സിമിത്തേരിയിൽ സംസ്കാര ചടങ്ങ് നടത്തും. ഇങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും വീട്ടിൽ അല്പനേരം പൊതുദർശനത്തിന് വെക്കും. നമുക്കറിയാം, കോതമംഗലത്തായിരുന്നു ആദ്യം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ നിശ്ചയിച്ചത്. പക്ഷേ വൈകാരികമായ വിഷയമാണ്, ആളുകളെല്ലാം തന്നെ ഒത്തുകൂടാൻ സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് വെച്ച് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും ആ നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിന് തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എൽദോസിന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുട്ടമ്പുഴ പഞ്ചായത്ത് അധികൃതരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാഷ്മി, ഇന്ന് 3 മണിക്ക് ഒരു പ്രതിഷേധ പരിപാടി നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല നയിക്കുന്നത്, അത് നാട്ടുകാരുടെ ജനകീയ പ്രതിഷേധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്താവും നിതിൻ? എന്താണ് പോലീസ് സംവിധാനമൊക്കെ എങ്ങനെയാണ്? ആഷ്മി, കഴിഞ്ഞ നാളുകളായി നാട്ടുകാർ ഉന്നയിച്ച ആവശ്യം, ഇന്നലെ നടത്തിയ വലിയ പ്രതിഷേധം, അത് ഈ ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് പിന്നീട് കലക്ടർക്ക് ഒരു പരിധിവരെ അതിൽ വഴങ്ങേണ്ടി വന്നത്. ചില ഉറപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ഇപ്പോൾ എന്തായാലും കുട്ടമ്പുഴ പ്രദേശത്ത് ആരംഭിച്ചു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ ആശങ്കയിലൂടെ കഴിഞ്ഞു പോകുന്ന ജനമാണ്. നമുക്കറിയാം, ഏതാണ്ട് കുട്ടമ്പുഴയിൽ നിന്നും അധിക ദൂരമല്ല കഴിഞ്ഞ ദിവസം ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ആകെ ആളുകളുടെ ഒരു ആശങ്കയാണ്. അതിലൊരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിച്ചത്. അതിനെ തുടർന്നാണ് ഇന്നലെ പ്രതിഷേധമുണ്ടായത്. ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇന്ന് 3 മണിക്ക് കോതമംഗലത്ത് ജനകീയ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും ഈ ജനകീയ പ്രതിഷേധം നടത്തുക. ഇന്ന് കോതമംഗലത്തും അതോടൊപ്പം തന്നെ കുട്ടമ്പുഴയിലും ഹർത്താൽ ആചരിക്കുകയാണ്. എന്തായാലും ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് അവിടെ പ്രകടമാവുക. ഹാഷ്മി, ഓക്കെ, നിതിൻ അംബുജനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നാട്ടുകാർക്ക് വലിയ പേടിയുണ്ട്, വലിയ ആധിയുണ്ട്, പ്രാണഭയമുണ്ട്. സ്വാഭാവികമായും കൂട്ടത്തിലൊരാൾ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ അതിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇന്നലെ നമ്മൾ ആ പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗം കണ്ടു. ഇന്നിപ്പോൾ 3 മണിക്ക് ഒരു പ്രതിഷേധ സമരം കൂടിയുണ്ട്.